ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എന്താടാ മകനെ കിട്ടിയത് കഴിക്കടാ ചക്കരെ. ഒരു എല്ലും തോലിയായിട്ടൊരു പട്ടി കേട്ടോ. ഞങ്ങളവന് പേരിട്ടിരിക്കുന്ന അപ്പൂന്നാണ്. ഇതിപ്പോൾ ഒരു വെള്ളയാണ്, വെള്ള. അവൻ ചെവി ആട്ടിക്കൊണ്ട് വരുന്നുണ്ടോ. അവന് ആഹാരം ഇല്ലാതെ എത്രയൊക്കെ ആലോചിക്കണ്ട. അവൻ്റെ വയറൊട്ടിക്കിടക്കുക. അവനാണോ അവളാണോ? ആണാണല്ലേ, പെണ്ണല്ല. അപ്പോൾ ഈ ആള് ഈ മാഷുണ്ടല്ലോ പാവം അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ മാരി ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റും കൊണ്ട് ചെന്നപ്പം ഇവനങ്ങ് എന്തൊരു ആക്രാന്തം. സത്യം പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന പോലെയാണ് തോന്നിയത്. ഇപ്പം അവൻ തിരിച്ചു പോയി. വന്ന് നമ്മളോട് നന്ദി പറയാനും ആ ചോറ് കിട്ടിയെന്ന് അവൻ പറയുമായിരിക്കും. അവൻ പോയോ നോക്കട്ടെ. ഇല്ല, പോയിട്ടില്ല, അവിടെ നിൽക്കുകയാണ് കണ്ടോ. ആ മാഷനാണ് നമ്മുടെ ആ കാറിൻ്റെ അവിടെ നിൽക്കുന്നതേ. ആ ചെവി ആട്ടിക്കൊണ്ടുള്ള ആ വരവ് കണ്ടോ. ഇവന് ഞാൻ ഇന്ന് ഇച്ചിരി ചോറ് കൊടുത്ത്. വേണ്ട, തിരിച്ചു പോ. ഓക്കെ തിരിച്ചു പോ. ഓക്കെ തിരിച്ചു പോക്കോ. എനിക്ക് സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല ഇനി. എൻ്റെ ഒന്നും ഇല്ല. ഓക്കെ, ഡൺ. അപ്പോൾ അവന് നന്ദി പറയാൻ വന്നിരിക്കുവാണേ. ഓക്കെ പൊക്കോ വീട്ടിൽ പോക്കോ. അപ്പു വീട്ടിൽ പോ അപ്പു. ഗോ ഹോം. കണ്ട അവൻ്റെ എല്ല് കാണാം. നീ വീട്ടിൽ പോ, കഴിക്ക്. പോ ചോറ് കഴിച്ചോ. പോയി ചോറ് കഴിച്ചോ. ഇനി ഉണ്ടോന്ന് ചോദിക്കാൻ വന്നാണോ? തരാം നാളെ കൊണ്ടുവരേ. നാളെ വീട്ടിൽ പോ. ഗോ ഹോം. ഗോ ടു യുവർ ക്ലാസ്. മോനെ നാളെ തരാം അമ്മ, നാളെ തരാം. മോൻ വീട്ടിൽ പോക്കോ. ഉറപ്പായിട്ടും വീട്ടിൽ പോ. വീട്ടിൽ. ഓക്കെ, പൊക്കോ. കണ്ട അവിടെ നിന്ന് പിന്നെ നോക്കുകയാണ്. അവന് ഇനിയും കിട്ടുമോ ചോറെന്ന് ചോദിക്കാൻ വന്നതാണ്. പാവത്തിനറിയില്ലല്ലോ, ഞങ്ങളവിടെ ഒരു ഡബ്ബയിലാണ് കൊണ്ടുവന്നതേ. അപ്പോൾ അതവന് മതിയായിട്ടില്ല. അതാണ് അവനിങ്ങനെ വന്ന് നമ്മളോട് ചോദിക്കാൻ വന്നതാണ് പാവം. പക്ഷെ നമ്മുടെ ഇനിയിപ്പോൾ ചോറ് ഇല്ല. ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിക്കാമോ നോക്കട്ടെ. പാവം അപ്പു.